ഹായ്, വെൽക്കം ബാക്ക് ടു അവർ സെക്കൻഡ് ഡേ അറ്റ് ഡോണിഗൽ. ഇന്നലെ വളരെ ലേറ്റായി എത്തിയതുകൊണ്ടും നല്ല ടയേർഡ് ആയതുകൊണ്ടും സ്റ്റേയുടെ ബ്യൂട്ടി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഒരുപാട് ആലോചിച്ചെടുത്ത സ്റ്റേ ഒന്നും ആയിരുന്നില്ല. ഡോണിഗൽ കുറെ കാണാനുള്ള പ്ലേസ് ആയതുകൊണ്ട് സ്റ്റേക്ക് ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടായില്ല. എന്നാലും കിട്ടിയ സ്റ്റേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്റ്റേക്ക് €100 ഫോർ 2 ഡേയ്സും പ്ലസ് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചെയ്ത സ്പാക്ക് €50 എക്സ്ട്രാ ആണ് ഞങ്ങൾ പേ ചെയ്തത്. ഡീറ്റെയിൽസോ കോൺടാക്ട് നമ്പറോ വേണമെങ്കിൽ സ്റ്റേ എന്ന് കമന്റ് ചെയ്താൽ മതി. അങ്ങനെ ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ഗിരിയാനിൻ ഓഫ് അലിയാക്ക്. ഇവിടത്തെ ടോപ്പ് വ്യൂ കാരണം പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർക്ക് ഇതൊരു എയർബിഎൻബി തന്നെയായിരുന്നു. 2000 വർഷം പഴക്കമുള്ള ഒരു സർക്കുലർ ഫോർട്ടാണത്. എപ്പോഴാ അയൽരാജ്യക്കാർ അതിക്രമിച്ച് കയറുന്നതെന്ന് നോക്കാൻ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു വ്യൂ പോയിന്റ് ആണിത്. കൂടാതെ അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോന്നും കൂടി നോക്കുന്നുണ്ടായിരിക്കാം. 4.5 മീറ്റർ തിക്നെസ് ഉള്ള ഈ വോള് ഒരു ഹെലിക്യാം വ്യൂവിൽ രാജാവിന്റെ ക്രൗൺ ആയിട്ടോ ഡോണർ ഷേപ്പ് ആയിട്ടോ കാണാമെന്ന് പറയപ്പെടുന്നു. നെക്സ്റ്റ് ഞങ്ങളുടെ ട്രിപ്പ് സ്പോട്ട് വൈൽഡ് അയർലൻഡിലേക്കാണ്. ഡോണിഗലിലെ ഒരു ഫേമസ് സൂ ആണിത്. ഇവിടത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇനി വഴിയേ കാണാം. ഞാനിവിടെ ഉണ്ടോ? എലി പ്രസവിച്ചത് നമ്മുടെ നാട്ടിലിട്ട് കാട്ടിക്കളയും. നോക്കിയേ, ലോകത്തിൽ ഇത്രയും സമാധാനമുള്ള ഉറക്കം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നോക്ക്, ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ? താങ്ക് യു, ഇത് നന്നായിരിക്കും. Ireland is a place famous for land with no snakes. പണ്ട് സെന്റ് പാട്രിക്സ് വന്ന് ഈവിൾ സ്പിരിറ്റിന്റെ സിമ്പലായ പാമ്പിനെ നാട് കടത്തിയെന്നാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ട് പാമ്പിനെ ഇവിടെ എവിടെ കണ്ടാലും നമ്മൾക്ക് വലിയ അത്ഭുതമൊന്നും അല്ലെങ്കിലും ഇവർക്ക് ഇതൊരു കൗതുകമാണ്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇതാണ് ക്രിസ്മസ് അപ്പൂപ്പന്റെ ഡ്രൈവർ. ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. വല്ലഭിന് പുല്ലുമായി കേട്ടുണ്ട. ഈ കാണുന്നതാണ് കാട്ടിലെ കരടി. ഇതാണ് നാട്ടിലൊക്കെ കെട്ടിയോള്. എന്റെ കെട്ടിയോള് ഒരു കരടിയുടെ ഹൈറ്റ് ആണ് കാണുന്നത്. 5 അടി പോലും ഇല്ല എന്റെ പെണ്ണ്. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട്. വൈൽഡ് ബോർ. ശരിയാ, ബോർ അടിച്ചിരിക്കും. ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തൂടെ ഇവർക്ക്? ഇതിനല്ലേ പണ്ട് ഞാൻ ഈ ഊഷനാടി വയ്ക്കുമ്പോ ആട്ടുനാടിയാണോ ആട്ടുനാടിയാണോ പറയണേ. ഡബ്ലിൻ സൂവിന്റെ അത്ര ഇല്ലെങ്കിലും ഡോണിഗലിൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളെയൊക്കെ എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സൂ ആണിത്. പെർ ഹെഡ് €20 ആണ് ഇവിടുത്തെ ടിക്കറ്റ് ഫെയർ. കുട്ടികളുടെ ബുദ്ധി എനിക്കുള്ളൂ എന്ന് ഹസ്ബൻഡ് പറയാറുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ സൂ ഇഷ്ടായി.